എല്ലാ ദിവസവും ഓരോ നോമ്പിനും വേണ്ടി വേറെ വേറെ നിയ്യത്ത് കരുതേണമോ, അതോ റമദാനിന്റെ തുടക്കത്തിലെ രാത്രിയിൽ തന്നെ ഞാൻ ഇന്നു മുതൽ 30 ദിവസവും തുടർച്ചയായി കൊണ്ട് നോമ്പെടുക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് അവന്റെ മനസ്സിൽ തീരുമാനമെടുത്താൽ മതിയോ, അതോ ഓരോ രാത്രികളിലും വേറെ വേറെ തന്നെ ചെയ്യണോ? പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, അവരാണ് ഭൂരിപക്ഷം, അവർ പറഞ്ഞത് തജിബുൻ നിയ്യ ലികുല്ലി യൗമിൻ എന്നാണ്. എല്ലാ ഓരോ ദിവസത്തെ നോമ്പിനും വേണ്ടി അതാത് സമയത്ത് എന്ത് ചെയ്യണം, അതാതിൻ്റെ രാത്രികളിൽ നമ്മൾ നിയ്യത്ത് ചെയ്യണം. കാരണം ഓരോ നോമ്പും വേറെ വേറെ തന്നെ ഇബാദത്ത് തന്നെയാണല്ലോ. ഒരൊറ്റ നോമ്പല്ലല്ലോ, 30 കൂടി ഒരൊറ്റ നോമ്പല്ലല്ലോ, അത് വേറെ വേറെ തന്നെയാണല്ലോ എന്ന ന്യായം അവർ പറയുന്നു. ഇപ്പൊ തിങ്കളാഴ്ചത്തെ നോമ്പ് ഒരാളുടേത് ബാത്തിലായാൽ അയാളുടെ ചൊവ്വാഴ്ചത്തെ നോമ്പ് ബാത്തിലാവൂലല്ലോ, അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ നോമ്പ് ബാത്തിലാവൂലല്ലോ. കാരണം അത് ഒറ്റ ഭാഗമല്ല, 30 കൂടി ഒറ്റ ഭാഗമല്ലല്ലോ, അത് വേറെ വേറെയാണല്ലോ. അപ്പൊ വേറെ വേറെ തന്നെ നമ്മൾ രാത്രികളിൽ എന്ത് ചെയ്യണം? ഓരോ ഇബാദത്തുകളാണത്, 30 ദിവസവും 30 നിലക്കുള്ള ആ നോമ്പ് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ തലേന്നാൾ രാത്രി തന്നെ പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് വേണം എന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗം ന്യൂനപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം, അവർ പറയുന്ന കാരണം ഇതൊരു തുടർച്ചയായ ഇബാദത്താകയാൽ ഒറ്റ നിയ്യത്ത് മദീനാണ്. കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല, 30 ദിവസവും ഒരേ രൂപത്തിലുള്ള ഇബാദത്താണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇടക്ക് മുറിഞ്ഞു പോയാൽ മാത്രം നമ്മൾ നിയ്യത്ത് പുതുക്കിയാൽ മതി എന്നാണ്. അതെങ്ങനെ ഇടക്ക് മുറിഞ്ഞു പോകൽ? ഇപ്പോൾ 30 നോമ്പ് ഇങ്ങനെ എടുക്കാൻ ഒരാൾ തീരുമാനിച്ചു, ഒരു 10-ാം നാളായപ്പോൾ 10-ാമത്തെ നോമ്പ് ഒരാൾക്ക് നഷ്ടമായി. എന്തേ? അയാൾ ഒന്നുകിൽ മുസാഫിറായി, അയാൾ യാത്രക്കാരനായി, അപ്പോൾ അയാൾ ആ നോമ്പ് അയാൾക്ക് എടുക്കേണ്ടി വന്നില്ല, അയാൾ നോമ്പ് എടുത്തില്ല. അല്ലെങ്കിൽ മരീളായി, രോഗിയായി, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആർത്തവകാരിയായി, അങ്ങനെ ഏതെങ്കിലും ഉദ്ർ കാരണത്താൽ ഒരു നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അതിൻ്റെ ആ തുടർച്ച മുറിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി അയാൾ എന്ത് ചെയ്യണം? അടുത്ത നോമ്പ് മുതൽക്ക് അയാൾ നിയ്യത്ത് പുതുക്കേണ്ടതുണ്ട്. ഇതാണ് ആ വീക്ഷണം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 2 വീക്ഷണം പറഞ്ഞവരും പ്രഗത്ഭരാണ്. രണ്ടാമത്തെ വീക്ഷണം പറഞ്ഞവരിലും പ്രഗത്ഭരായ ഉലമാക്കളുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ 2 വീക്ഷണമുണ്ട്. നമ്മൾ ഏതായാലും കുറച്ചും കൂടി സൂക്ഷ്മതക്ക് ഓരോ രാത്രികളിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നിയ്യത്ത് അത് കരുതുക. അതോടൊപ്പം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യ ദിവസം തന്നെ 30 ദിവസത്തേക്കും കരുതി വെക്കാം. ഇൻ കേസ് ഏതെങ്കിലും ഒരു രാത്രിയിൽ നമുക്ക് നഷ്ടമായി പോയെങ്കിൽ ഈ 2ാമത്തെ വീക്ഷണപ്രകാരവും അത് സഹീഹാകുമല്ലോ എന്നുകൂടി ഒരു സമാധാനത്തിന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുള്ളൊരു വിഷയമാണത്. എന്തായാലും നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തില്ലാതെ ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല.